എല്ലാവർക്കും ബി സ്ട്രോങ് ബി ബോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ കാലിന്റെ വണ്ണം എങ്ങനെ കുറക്കാവുന്നതാണ്. പലർക്കും ഉള്ളതാണ് കാലിന്റെ തുടഭാഗത്തൊക്കെ ഇത്തിരി വണ്ണം ഓവറായിട്ട് വണ്ണമുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നടക്കാനും അതുപോലെ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കുറേ ദൂരം നടക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ കാല് തമ്മിൽ ഒരഞ്ഞ് സ്കിന്നൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നല്ല ഇഷ്ടമുള്ള നല്ലൊരു ഡ്രസ്സ് കണ്ടാൽ ചിലപ്പം അതൊന്ന് ഇടാൻ തന്നെ മടിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഈ കൂട്ടർക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്യായാമത്തിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 10 വ്യായാമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു വ്യായാമം ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ താഴെ ഇങ്ങനെ കിടക്കുക, കൈ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ ലെഗ് ഒരല്പം ഉയർത്തി വെക്കുക, ഒരു കാല് ഇതുപോലെ ഒന്ന് ഉയർത്തി വെക്കുക. ഇവിടെ നിന്ന് മുട്ടുകാലൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കുക, നേരെ ഫ്രണ്ടിലേക്ക് സ്ട്രൈറ്റ് ചെയ്തിട്ട് താഴേക്ക് തന്നെ വരിക. ഇവിടെ നിന്ന് ഇതുപോലെ താഴെ ടച്ച് ചെയ്യാതെ ഈ ഒരു പൊസിഷനിൽ തന്നെ. ഈ ഒരു മൂവ്മെന്റ് ഒരു 10 തവണ വീതം ചെയ്യാം. അതിനുശേഷം തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡ് ഈ ഒരു വശത്തും ഇതുപോലെ തന്നെ കിടക്കുക, മടക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു വ്യായാമോട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് കിടക്കുക. നേരെ നിങ്ങൾ ലെഗ് രണ്ട് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് വെക്കുക. ഇവിടെ നിന്ന് കൈകൾ ഇതുപോലെ വശത്തേക്ക് വെക്കുക. രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ ഒരു മൂവ്മെന്റും 10 മുതൽ 15 തവണ വീതം ചെയ്യാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു വ്യായാമം ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ തന്നെ കിടക്കുക, കാല് ഈ ഒരു ഷേപ്പിൽ മടക്കി വെക്കുക. ഇവിടെ നിന്ന് സൈക്ലിംഗ് ആണ് ചെയ്യുന്നത്. ലെഗ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് സൈക്ലിംഗ് ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നാലാമത്തെ വ്യായാമത്തിലേക്ക് കിടക്കാം. സൈഡ് തിരിഞ്ഞ് കിടക്കുക, ഒരു കാല് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് താഴെ കാല് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 15 തവണ വീതം ചെയ്യാം. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ഒരു വ്യായാമം ചെയ്യാം. അതിനായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇവിടെ നിന്ന് ലെഗ് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ആറാമത്തെ ഒരു വ്യായാമത്തിലേക്ക് കിടക്കാം. ഇതുപോലെ ഒന്ന് കിടക്കുക, കാലുകളൊന്ന് മടക്കി വെക്കുക. ബ്രിഡ്ജ് പൊസിഷനിലേക്ക് ബോഡി ഒന്ന് അപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ ഒന്ന് ലെഗ് എടുത്ത് ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക.
ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഏഴാമത്തെ ഒരു വ്യായാമം ചെയ്യാം. അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കിടക്കുക, ലെഗ് ഇതുപോലെ ഉയർത്തി വെക്കുക. ചെയ്യേണ്ടത് ഇവിടെയാണ് ഒരു സർക്കിള് ഇതുപോലെ ഒരു റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ കിടക്കുക. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ഒരു വ്യായാമം നോക്കാം. അത് ഇതുപോലെയാണ്. ലെഗ് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇതുപോലെ പാദം തിരിച്ചു വെക്കുക, കൈകൾ ഈ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് ബോഡി ഒന്ന് ഇതുപോലെ ഒന്ന് ബാക്കിലേക്കൊന്ന് ഡൗൺ ചെയ്യുക തിരിച്ച്. ഈ ഒരു വ്യായാമം ചെയ്യാനൊരു അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, തിരിച്ചു വരിക. താഴേക്ക് വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം തിരിച്ചു വരിക. ചെയ്ത് റെഡിയായി കഴിയുമ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ. ഈ ഒരു വ്യായാമം ഒരു 10-15 തവണ വീതം ചെയ്യാം. അപ്പോൾ നമുക്ക് 9ാമത്തെ ഒരു വ്യായാമം ചെയ്യാം. ഇതിനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കിടക്കുക, കൈ ഇതുപോലെ ഒന്ന് വെക്കുക. ഇവിടെ നിന്ന് ലെഗ് താഴെ ടച്ച് ആവാതെ ഇതുപോലെ ഒന്ന് റൈസ് ചെയ്യുക, കൈയിൻ്റെ പൊസിഷനിലേക്കൊന്ന് വരുന്ന രീതിയിൽ. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി നമുക്ക് ലാസ്റ്റ് വ്യായാമം ചെയ്യാം. അതിനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഇവിടെ നിന്ന് ലെഗ് ഒന്ന് മുന്നിലേക്ക് ഇതുപോലെ റൈസ് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് സൈഡിലേക്ക് തിരിച്ച് 1 2 1 2 1 2 1 2 1 2. ഓപ്പോസിറ്റ് സൈഡ് 1 2 1 2 1 2 1 2. ലാസ്റ്റായിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ ബോഡി അതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം പിന്നെ ഇതുപോലെ താഴെ നീ ബെൻഡ് ആവാതെ നമ്മൾ ഈ ഹാംസ്ട്രിങ് മസിൽ മാക്സിമം സ്ട്രെച്ച് ആവുന്ന രീതിയിൽ താഴേക്ക് വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.